പത്തരമാറ്റിലാണെങ്കിൽ നന്ദുവിൻ്റെ കടന്നുവരവും വിവാഹ നിശ്ചയത്തിൻ്റെ അവസാന ഘട്ടവുമാണ് കാണാനായിട്ട് കഴിയുക. നമ്മുടെ വേണു അനാമികയും വന്നുകൊണ്ട് വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒടുവിൽ മുത്തശ്ശനാണെങ്കിൽ നമ്മുടെ വേണുവിനെ കൈവയ്ക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേണുവാണെങ്കിൽ പരാതി കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മുത്തശ്ശന് അധികം അങ്ങോട്ട് വേണുവിൻ്റെ മേത്ത് കൈവയ്ക്കാനൊന്നും കഴിയുന്നില്ല. അങ്ങനെ വേണുവിൻ്റെ ഒരു രക്ഷകിയെ പോലെ നമ്മുടെ നന്ദു വന്നെത്തുകയാണ്. നന്ദു വന്നെത്തിയിട്ട് ചെയ്യുന്നത് വേറൊന്നുമല്ല, നമ്മുടെ അനിയുടെ നിശ്ചയം മുടക്കുക മാത്രമാണ് നന്ദു ചെയ്യുന്നതെന്ന് കാണാം. അതായത് മുത്തശ്ശ, ഇത് നിയമവിരുദ്ധമാണ്, എനിക്ക് ഇതിനെതിരെ പരാതി ഇവർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സഹകരിച്ചേ പറ്റുകയുള്ളൂ, ഈ വിവാഹ നിശ്ചയം ദയവേത് നിർത്തിവെക്കണമെന്ന് പറയുന്നു. അപ്പോഴേക്കും ജലജയും ജാനകിയും നന്ദുവിനെതിരാകുന്നുണ്ട്. ഇവൾക്ക് എൻ്റെ മകൻ ഒരു വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവളെപ്പോലെ വൃത്തികെട്ടവൾ എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഒരുമിട്ടി നടക്കുന്നവൾ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം കുറ്റപ്പെടുത്തുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. ഇതേ സമയം നന്ദു പറയുന്നുണ്ട്, നിങ്ങൾക്കെന്നെ കളിയാക്കാം, കുറ്റപ്പെടുത്താം, എന്നോട് ദേഷ്യപ്പെടാം, അതിനൊന്നും ഈ ഒരു പ്രശ്നമോ കാര്യമോ ഒന്നും തന്നെയില്ല. പക്ഷേ എൻ്റെ ഡ്യൂട്ടിയാണ്, എൻ്റെ കടമയാണ്, അത് ചെയ്തേ മതിയാവുകയുള്ളൂ എന്ന് നന്ദു പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ദയവ് ചെയ്ത് അനിയെ എൻ്റെ കൂടെ വിട്ടേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയും. അല്ലെങ്കിൽ വിവാഹ നിശ്ചയം നിർത്തിവെക്കണം. ഇതേ സമയം നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ, മോളെ നന്ദു, നീയെല്ലാം അറിഞ്ഞിട്ട് ഇതിന് കൂട്ടു നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശ, നിയമം അതാണ് പറയുന്നത്, നിയമത്തിൻ്റെ വഴിക്ക് പോയേ മതിയാവുകയുള്ളൂ, അല്ലാതെ ഞാനിതിലൊരു മൂവ്മെൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടും യാതൊരു കാര്യം തന്നെയില്ല, യാതൊരു വ്യത്യാസവും സംഭവിക്കാനായിട്ട് പോകുന്നുമില്ല. അതുകൊണ്ട് ദയവേത് മുത്തശ്ശൻ സഹകരിക്കണം, ഈ വിവാഹ നിശ്ചയം മുടക്കി വയ്ക്കണം, നിർത്തിവെക്കണം, അല്ലെങ്കിൽ ഞാൻ അനിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമെന്ന് പറയുന്നത് കാണാൻ കഴിയും. ഒടുവിൽ മുത്തശ്ശൻ വിവാഹ നിശ്ചയം നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നന്ദു ആണെങ്കിൽ അനിയെയും കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുക. ഇതേ സമയം നന്ദു വിവാഹ നിശ്ചയം മുടക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാൾ നമ്മുടെ അനിയാണെന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.